വളരെ കാലങ്ങൾക്ക് മുൻപാണ് ഒരു ചെറിയ ഗ്രാമത്തിൽ മാധവൻ എന്നൊരു ബാലൻ ഉണ്ടായിരുന്നു. അവൻ്റെ അമ്മ കൃഷ്ണഭക്തി ആയതുകൊണ്ടാണ് അവന് മാധവൻ എന്ന് പേരിട്ടത് തന്നെ. ചെറുപ്പം മുതലേ അവനും കൃഷ്ണഭക്തനായി. അമ്മയേക്കാൾ ഒരു പടി മുന്നിലായിരുന്നു അവൻ്റെ ഭക്തി എന്ന് പറയാം. അവൻ്റെ അമ്മയ്ക്ക് ഒരു പശു ഉണ്ടായിരുന്നു. പാൽ വിൽക്കുന്നതിന് പുറമെ പാലിൽ നിന്ന് അമ്മ ദിവസവും കുറച്ച് വെണ്ണ ഉണ്ടാക്കും. മായമൊന്നും ചേർക്കാതെ ശുദ്ധമായി ഉണ്ടാക്കുന്നത് കൊണ്ട് തൊട്ടടുത്തൊരു ജന്മിയുടെ വീട്ടിലേക്ക് അത് സ്ഥിരമായി വാങ്ങുമായിരുന്നു. എല്ലാ ദിവസവും മുടങ്ങാതെ വെണ്ണയെത്തിക്കണമെന്ന നിബന്ധന മാത്രമേ ജന്മിക്കുണ്ടായിരുന്നുള്ളൂ. അമ്മ തന്നെയാണ് എന്നും രാവിലെ അത് എത്തിച്ചു കൊടുക്കുന്നതും. ഒരു ദിവസം പതിവ് പോലെ അമ്മ ഒരു ചെറിയ പാത്രത്തിൽ വെണ്ണ നിറച്ച് അതുമായി പുറത്തേക്കിറങ്ങിയപ്പോൾ വാതിൽപ്പടിയിൽ വെച്ച് കാല് ഒന്നുളുക്കി. ഭയങ്കര വേദന, നടക്കാൻ വയ്യ. അവൾ ഉറങ്ങിക്കിടന്ന മകനെ വിളിച്ചുണർത്തി. മോനെ, വേഗം എഴുന്നേറ്റ് ഇത് കൊണ്ടുപോയി കൊടുക്ക്, അമ്മയ്ക്ക് നടക്കാൻ വയ്യ. മാധവൻ എഴുന്നേറ്റു. പാത്രവുമെടുത്ത് ജന്മിയുടെ വീട്ടിലേക്ക് പോകുകയായിരുന്നു. പോകുന്ന വഴിയിൽ ഒരു ചെറിയ ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിന് മുന്നിലെത്തിയപ്പോൾ നിർമാല്യം ചാർത്തിയ കൃഷ്ണവിഗ്രഹം കണ്ട് അവൻ നടത്തം നിർത്തി. ഭക്തിയോടെ പ്രാർത്ഥിച്ചു. അവൻ ആലോചിച്ചു, എൻ്റെ കൃഷ്ണൻ വെണ്ണ വളരെ ഇഷ്ടപ്പെടുന്നവനല്ലേ, ഈ വെണ്ണ കണ്ണന് കൊടുത്താലോ? അവൻ പതുക്കെ മുന്നോട്ട് ചെന്ന് പാത്രം വിഗ്രഹത്തിന് മുന്നിൽ വെച്ചു. പ്രാർത്ഥനയോടെ പറഞ്ഞു, കൃഷ്ണ, അമ്മ പറഞ്ഞത് ഇത് ജന്മിയുടെ വീട്ടിൽ കൊടുക്കാനാണ്. പക്ഷേ നിനക്കാണല്ലോ വെണ്ണ ഏറ്റവും ഇഷ്ടം, ഇത് നീ കഴിക്കൂ. അവൻ കുറച്ചുനേരം അവിടെ കാത്തിരുന്നു. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. അവൻ വീണ്ടും പറഞ്ഞു, കൃഷ്ണ, നീ കഴിക്കാത്തതെന്താ? ഞങ്ങൾ പാവപ്പെട്ടവരാണെങ്കിലും അമ്മ ഇത് ശുദ്ധിയോടെ ഉണ്ടാക്കിയതാ. തങ്ങൾ ദരിദ്രരായതുകൊണ്ട് വൃത്തിയില്ലാത്തതാണെന്ന് കരുതി കണ്ണൻ കഴിക്കാത്തതാവും എന്നോർത്ത് അവൻ്റെ കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞു. അപ്പോൾ അവിടെ ക്ഷേത്രത്തിനുള്ളിൽ മൃദുവായ കാറ്റ് വീശി. അവൻ അത്ഭുതത്തോടെ നോക്കിയപ്പോൾ ശ്രീകോവിലിനുള്ളിലെ വിഗ്രഹം പെട്ടെന്ന് അപ്രത്യക്ഷമായതുപോലെ. അവിടെ ഒന്നും കാണാനില്ല. അവൻ പരിഭ്രാന്തനായി. അവൻ്റെ കണ്ണിൽ ഇരുട്ട് കയറിയതുപോലെ. പെട്ടെന്ന് എല്ലാം പഴയതുപോലെയായി. വിഗ്രഹം അവിടെ തന്നെയുണ്ട്, കളഭച്ചാർത്തിൽ നിറഞ്ഞ് മനോഹരമായി തന്നെ. അവൻ പെട്ടെന്ന് പാത്രത്തിലേക്ക് നോക്കി. അതിലെ വെണ്ണയും അപ്രത്യക്ഷമായിരിക്കുന്നു. അവന് സന്തോഷമായി. താൻ നൽകിയ വെണ്ണ കണ്ണൻ കഴിച്ചിരിക്കുന്നു. മാധവൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് ഓടി. അമ്മയോട് കാര്യം പറഞ്ഞു. കാലിയായ പാത്രം കണ്ട് അമ്മ ദേഷ്യപ്പെട്ടു. പോയ വഴിയിൽ വെണ്ണ കൊണ്ട് കളഞ്ഞിട്ട് കള്ളം പറയുന്നു, ഞാനിനി ആ ജന്മിയോട് എന്തു പറയും? അമ്മ അവനെ പൊതിരെത്തള്ളി. അവൻ അലറിക്കരഞ്ഞു. ജന്മിയോട് എന്തു പറയുമെന്ന് ആലോചിച്ചുകൊണ്ട് കാലിയായ പാത്രം എടുക്കാൻ ചെന്ന അമ്മ ഞെട്ടി. അത്ഭുതം, പാത്രം വെണ്ണ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അമ്മ അതിശയത്തോടെ ആരോടെന്നില്ലാതെ ചോദിച്ചു, ഭഗവാനെ, ഇതെങ്ങനെ? ബാലൻ ചാടി എഴുന്നേറ്റ് കരച്ചിലോടെ പറഞ്ഞു, അമ്മേ, ഞാൻ പറഞ്ഞതല്ലേ, ഇന്ന് നമ്മുടെ വെണ്ണ കൃഷ്ണൻ തന്നെ കഴിച്ചു. അമ്മ അവനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. പിന്നെ വെണ്ണയുമായി ജന്മിയുടെ വീട്ടിലേക്ക് പോയി. അപ്പോഴേക്കും നാട്ടിൽ മുഴുവൻ ആ കഥ എല്ലാവരും അറിഞ്ഞു. കഥയറിഞ്ഞ ജന്മി അവനും അമ്മയ്ക്കും മനോഹരമായൊരു വീട് വെച്ചു കൊടുത്തു. ഒപ്പം കുറേ പശുക്കളെയും നൽകി. അവരുടെ കയ്യിൽ നിന്ന് വെണ്ണ വാങ്ങാനായി ദൂരദേശത്തു നിന്ന് പോലും ആളുകൾ എത്തിത്തുടങ്ങി. അവരുടെ ജീവിതം അതോടെ നല്ല നിലയിലായി. ഭഗവാൻ അങ്ങനെയാണ്. സത്യമായ ഭക്തിയുണ്ടെങ്കിൽ ഭക്തൻ്റെ ചെറിയ സമർപ്പണവും മഹത്തായി സ്വീകരിക്കും. മനസ്സറിഞ്ഞ് പ്രസാദിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.